ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. ബയോ മൗണ്ടൈൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചിറ്റാരിക്കാൽ ഗോക്കടവിൽ നിർമ്മിച്ചു നൽകുന്ന 5 വീടുകളുടെ ആശീർവാദവും താക്കോൽദാനവും നടന്നു. ബയോ മൗണ്ടൈൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി MD ഫാദർ ബെന്നി നിരപ്പേൽ സ്വാഗതം ആശംസിച്ചു. നമുക്കിവിടെ ഈ തോമാപുരം ഇടവകയിൽ ഇവിടെ മനോഹരമായ ഭവനങ്ങൾ 5 തീർക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഒത്തിരിയേറെ ആൾക്കാർ നമുക്കതിനെ സഹായിച്ചവരായിരിക്കുന്ന ആൾക്കാരെല്ലാം നമുക്കിവിടെയുണ്ട്. നമ്മൾ അവരെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുമായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നിവിടെ ഭവനം പൂർത്തീകരിക്കുമ്പോൾ 5 കുടുംബങ്ങൾക്ക് വളരെയേറെ സന്തോഷകരമായ സുദിനത്തിൽ നമ്മളൊക്കെ പങ്കെടുക്കുക എന്ന് ഓർക്കുക. കാരണം നമ്മുടെ അവരെ സംബന്ധിച്ചോളം വീടുകളില്ലാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അവർക്ക് 5 കുടുംബങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വന്തമായി താമസിക്കുവാനും അവർക്ക് പേടിക്കാതെ അന്ത്യവർഗമായി നമുക്കൊരു ഭവനം ഒരുക്കാൻ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൈകോർത്തപ്പോൾ സാധിച്ചെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ ഇങ്ങനെയൊരു ഭവനത്തിൻ്റെ കാര്യം അഭിനയ പിതാവിനെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അഭിനയ പിതാവ് അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനം നൽകി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവിടെയുള്ള ഭവനങ്ങളുടെയും തീർത്തിരിക്കുന്ന എല്ലാ ഭവനങ്ങളും തീർക്കാനുള്ള 2 ഭവനങ്ങളുടെയും നമുക്ക് അതിനുള്ള സമയത്തിനുള്ള കല്ല് മുഴുവൻ്റെ പൈസ 3.5 ലക്ഷത്തോളം രൂപ അഭിനയ പിതാവാണ് നൽകിയിരിക്കുക. ദൈവത്തെ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും തൻ്റെ സാമ്പത്തികമായും പിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങളിലൂടെയും തൻ്റെ സാന്നിധ്യത്തോടെ എല്ലാം പിതാവ് വളരെയേറെ ഈ ഭവനങ്ങളോട് കാണിക്കുന്ന വളരെ സ്നേഹവും വാത്സല്യമുണ്ട്. അങ്ങനെ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ഭവനം ഇപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനി വീടുകളുടെ ആശീർവാദം നിർവഹിച്ച് താക്കോൽദാനം നടത്തി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന നമ്മുടെ ഈ ഭവനങ്ങളിലെല്ലാം മാർഗദീപവും പ്രകാശവുമായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പാപത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ അർത്ഥപൂർണമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അത് സുവിശേഷം അക്ഷരാർത്ഥത്തിൽ നമ്മൾ പ്രയോഗപഥത്തിൽ എത്തിക്കുന്ന ഒരു കർമ്മമാണ്. ഈശോ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, പരദേശിയായിരുന്നു. അതായത് ഇല്ലാത്തവനെ സഹായിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ തന്നെയാണ് സഹായിക്കുന്നത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ആ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് തലശ്ശേരി അതിരൂപത കഴിഞ്ഞ അസംബ്ലി യോഗത്തിൽ ഒരു തീരുമാനമെടുത്തത്. രൂപതയിലെ വീടില്ലാത്ത 1000 കുടുംബങ്ങൾക്ക് വരുന്ന 10 വർഷത്തിനുള്ളിൽ നമ്മുടെ പ്ലാറ്റിനം ജൂബിലി, അതിരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയാണ് 2028 നാം ആഘോഷിക്കുക. അതിനു മുൻപായി 1000 വീടുകൾ നിർമ്മിച്ചു നൽകണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുകയുണ്ട്. ആ തീരുമാനം സാക്ഷാത്കരിക്കുക വളരെ വളരെ ശ്രമകരമായ കാര്യമാണ്. നമുക്കറിയാം, 1000 വീടുകൾ നിർമ്മിച്ച് നൽകുക എന്ന് പറയുന്നത് ചെറിയ ഒരു വിഷയമല്ല. അത് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള വിഷയമാണ്. ഒരു വീടിന് ഏറ്റവും ലളിതമായി ചുരുങ്ങിയ രീതിയിൽ പണിതാൽ പോലും ഒരു 12 മുതൽ 15 ലക്ഷം രൂപ വരെയും ചെലവാകും എന്ന് നമുക്കറിയാം. അപ്രകാരം ശ്രമകരമായ ആ ഒരു വലിയ ദൗത്യം അതിരൂപത ഏറ്റെടുക്കുന്നതിൻ്റെ പിന്നിലെ പ്രചോദനം എന്ന് പറയുന്നത്
ക്രിസ്തുനാഥൻ്റെ ഈ വാക്കുകൾ. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട അഗതികളായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആളുകളെ കൂടെ ചേർത്ത് വരുന്ന ഒരു സംരംഭമാണ് എന്നത് നാം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റോഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇവിടെ സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ ഈ റോഡിന് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തിയതാണ്. പക്ഷേ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിൽ തട്ടി ഉടഞ്ഞ് ആ ഫണ്ട് ലാപ്സായി നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അവർ നൽകിയിട്ടുള്ള ചില പരാതികൾ, ഞാൻ കൂടുതലായിട്ട് ചില പരാതികൾ, ചില കേസുകൾ ഒക്കെയായിട്ട് അവർ മുമ്പോട്ട് പോയി. അതുകൊണ്ടാണ് ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാതിരുന്നത്. ഈ വർഷം ഞാൻ വീണ്ടും അത് മാറ്റി വേറെ പ്രൊജക്റ്റായിട്ട് തന്നെ ഞാൻ അഡ്വാൻസായിട്ട് മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ അത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഓൾറെഡി എടുപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 6 മാസത്തിൻ്റെ പുസ്തകം അല്ല, അത് ടെൻഡർ ചെയ്ത് ഒരു കോൺട്രാക്ടറെ കൊണ്ട് എഗ്രിമെൻ്റ് വെച്ചിട്ട് ഞാൻ ഈ കഥയിൽ നിന്നും താഴെ ഇറങ്ങുള്ളൂ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വിചാരിച്ചാലും ചില ആളുകൾ അത് നടത്താൻ ശ്രമിക്കില്ല. അത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിതാല്പര്യമാണ്, സ്വാതന്ത്ര്യമാണ്. അത് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് ഈ ക്രമീകരിക്കാൻ കഴിയും. സത്യം പറയട്ടെ, ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മോശം റോഡാണ് ഇപ്പോൾ ഈ ഗോക്കട വെള്ളെടുത്ത് റോഡ് എന്നുള്ളത്. അത് എനിക്ക് ഞാൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാഗ്ദാനം നൽകുന്നത്. പിതാവ് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ ഇറങ്ങുന്ന മുമ്പ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടേ പോകും. ചെയ്യാൻ പറ്റുമെങ്കിൽ കാലാവസ്ഥാനുസൃതമാണെങ്കിൽ ചെയ്യും. കാരണം ഡിസംബർ മാസം വരെ കാലാവധിയുണ്ട്. ആ ഡിസംബറിന് മുമ്പ് ചിലപ്പോൾ നവംബർ, ഡിസംബർ മാസം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണം ചെയ്തതിനു ശേഷം മാത്രമേ പോകൂ എന്നുള്ള ഉറപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. തോമാപുരം ഫൊറോന വികാരി ഫാദർ മാണി മേൽവട്ടം, കരുവഞ്ചാൽ സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സാബു പുതുശ്ശേരിൽ, AKCC അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് എന്നിവർ പ്രസംഗിച്ചു. കുടുംബങ്ങളുടെ പരിപൂർത്തിയായിട്ടുണ്ട്. ആ കുടുംബങ്ങളിലെ 5 കുടുംബങ്ങളെയും ഈ തോമാപുരം ഫൊറോന പള്ളി ദേവാലയത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അവർക്കെല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അതിരൂപതയുടെ ദീർഘവീക്ഷണത്തിൽ അഭിയുടെ പിതാവോടെ സൂചിപ്പിച്ചതുപോലെ 1000 വീടുകൾ ഇതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച്, അതിരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച് നൽകുന്നതിന് ഇനി വെറും 105 വീടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടെ ക്രമീകരിക്കപ്പെടും. അതിലധികം വീടുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് പിതാവിൻ്റെ ചിന്തയിലും സ്വപ്നത്തിലുള്ളതാണ്. ആ പിതാവിൻ്റെ സ്വപ്നം ഏറ്റെടുത്താണ് ബെന്നിച്ചനും തീർച്ചയായിട്ടും ബയോമോക്കയുടെ നേതൃത്വത്തിൽ ഈ വീടിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു. അതിരൂപതയുടെ ഈ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട എല്ലാ അൽമായ സഹോദരങ്ങളെയും, എല്ലാ വൈദിക സഹോദരങ്ങളെയും, എല്ലാ കുടുംബങ്ങളെയും, ഇടവകളൊക്കെ ഞാനും നന്ദിയോടും സ്നേഹത്തോടും കൂടെ അനുസരിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ ബെന്നിച്ചനെടുത്ത അദ്ദേഹത്തിൻ്റെ വിയർപ്പ്, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം, അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധം തീർച്ചയായിട്ടും എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുകയില്ല. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത്രമാത്രം ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ, സാമൂഹ്യ സംഭാവന നൽകാൻ പറ്റുന്നത് കണ്ടാൽ ഒരു വെന്നീസിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നല്ല മനസ്സുകളിൽ നിന്ന് വരുന്ന സുന്ദരമായൊരു ആശയത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. തലശ്ശേരി അതിരൂപതാധ്യക്ഷന്റെ മനസ്സിൽ വരുന്ന ഒരു സുന്ദരമായ ആശയമായിരുന്നു നമ്മുടെ അതിരൂപതയിൽ ആരും വീടില്ലാതെ വിഷമിക്കരുത് എന്നുള്ളത്. അല്പം മുമ്പ് അഭിയുടെ പിതാവ് അതിനെക്കുറിച്ച് പറഞ്ഞു. അഭിയുടെ പമ്പ്ലാനി പിതാവിൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ച വലിയ ഒരാശയമായിരുന്നു ഈ അതിരൂപതയിലെ എല്ലാവരും സുരക്ഷിതമായ ഭവനങ്ങളിൽ അന്തിയുറങ്ങാൻ സാധിക്കുന്നവരായിരിക്കണമെന്ന്. അതിൽ നിന്നാണ് ഈ ഭവനങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ തിരിച്ചറിയണം. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ അതിരൂപത, അഭിയുടെ പിതാവ് എപ്പോഴും ഞങ്ങളോട് പറയും, ഈ അതിരൂപത ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിലാണ് നമുക്ക് സ്വസ്ഥതയുള്ളത്, സുരക്ഷിതത്വ ബോധമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അതിരൂപതയുടെ വലിയൊരു ദാനമാണ് അതിരൂപതയുടെ മക്കൾക്ക് ഈ സുരക്ഷിതത്വ ബോധം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മാളിയച്ചൻ അല്പം മുമ്പ് ഈ ഭവനങ്ങളുടെ ഗുണഭോക്താക്കളായ ആളുകളെ ഈ ഇടവക സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഞാൻ കേട്ടു. ഒത്തിരി
ഷിജിത്ത് കുഴുവേലിൽ നന്ദി രേഖപ്പെടുത്തി. ഇടവകയില് ഏറ്റവും നന്നായി എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഇടവക സമൂഹമാണ് തോമാപുരം. ആ ഇടവക സമൂഹത്തിന് എപ്പോഴും ഞാൻ പറയാൻ കാരണം, ഞാനിവിടെ നിൽക്കാമെന്നതിന് കാരണം KCY എന്ന പ്രസ്ഥാനമാണ്. ഞാനൊക്കെ പലപ്പോഴും ഈ കാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരാമെന്നതിന് കാരണം KCYയിലൂടെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അല്ലെങ്കിൽ KCY പറഞ്ഞു തന്ന ആശയങ്ങളും കൂട്ടായ്മകളാണ് പലപ്പോഴും ഇതിലേക്കൊക്കെ കടന്നു വരാൻ വേണ്ടി കാരണമായി മാറ്റപ്പെട്ടത്. അപ്പോൾ ഞാനിന്ന് ഓർക്കുകയാണ്, പണ്ട് ഞങ്ങൾ KCYയിലായിരുന്നപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റോഷൻ വന്നപ്പോൾ ഞങ്ങൾ ആക്രിയിൽ നിന്ന് വീട് വെച്ചുകൊണ്ടാണ് തുടങ്ങി തുടങ്ങിയത്. അങ്ങനെ ആ കാലത്ത് പാണ്ഡ്യാമാകർച്ചൻ സമയത്തൊന്നും 25ഓളം വീടുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടായി. പിന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ മനസ്സിൽ കാണും KCYക്കാർക്ക് കുറച്ച് വീടൊക്കെ പണിതുകൂടെ തോന്നാറുണ്ട്. പക്ഷേ പിന്നീട് മനസ്സിലാക്കിയുണ്ടായി പ്രിയപ്പെട്ട ബെനിയച്ചന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇത്ര വീടുകളൊക്കെ നിർമ്മിക്കപ്പെട്ടപ്പോൾ അത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ഒരു നാടിന്റെ മനസ്സ് അല്ലെങ്കിൽ ഈ നാട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലൊരു ഇടവക കൂട്ടായ്മയാണ് തോമാപുരം. അപ്പോൾ എൻ്റെ പ്രത്യേക കർത്തവ്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിന് ഔദ്യോഗികമായി നന്ദി പറയുകയാണ്. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.